നമസ്കാരം, സ്വാഗതം നിലപാടിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹൃദയഭൂമികകളിൽ അപ്രതീക്ഷിത പരാജയം ഏറ്റുവാങ്ങിയ BJP പഠിക്കുന്ന പാഠം എന്താകും? ജനം അവർക്ക് കൊടുത്ത സന്ദേശം ഉൾക്കൊള്ളാൻ ആ പാർട്ടിക്കും അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്കും കഴിയുമോ? അധികാരമേറ്റ മൂന്നാം മോദി സർക്കാരിൻ്റെ മുൻഗണനകൾ എന്തൊക്കെയാകണം, എന്തൊക്കെയായിരിക്കും? വിഭജനത്തിൻ്റെ വസൂരി വിത്ത് വാരിയെറിഞ്ഞ് സുഖമായി ജയിക്കാമെന്ന് വിചാരിച്ച മണിപ്പൂരിൽ സമ്പൂർണ്ണ പരാജയം ഏറ്റുവാങ്ങിയപ്പോഴെങ്കിലും കലാപം കൊണ്ട് ജനതയെ ജയിക്കാം എന്ന വ്യാമോഹം BJPക്ക് ഇല്ലാതായിട്ടുണ്ടാകുമോ? പകിട്ടേറുന്ന ക്ഷേത്രനഗരികൾ കെട്ടിയുയർത്തുമ്പോൾ പുറമ്പോക്കിൽ നിന്ന് പുറമ്പോക്കിലേക്ക് ദയാരഹിതമായി വലിച്ചെറിയപ്പെടുന്ന മനുഷ്യരുടെ വിലാപത്തിന് വിലയുണ്ടെന്ന് ആ പാർട്ടിക്ക് പിടികിട്ടി കാണുമോ? ഇന്ത്യ ലോകത്തിൻ്റെ നെറുകയിലേക്ക് കുതിക്കുകയാണെന്ന പരസ്യവാചകത്തിന് കീഴെ കത്തിക്കയറിയ വിലക്കയറ്റത്തിൽ എരിഞ്ഞു പോകുന്ന പാവങ്ങളെ ഇനിയെങ്കിലും കാണുമോ രാഷ്ട്രനായകർ? പ്രതിപക്ഷരഹിത ഭരണം എന്ന മുദ്രാവാക്യം ജനം എടുത്ത് കുപ്പയിലെറിയുമ്പോഴെങ്കിലും ജനാധിപത്യം എന്ന വാക്കിൻ്റെ അർത്ഥം മോദി സംഘത്തിന് മനസ്സിലാകുമോ? ആരോടും ചോദിക്കാതെ, ഒരഭിപ്രായവും തേടാതെ എല്ലാം മുറിയിലിരുന്ന് ഒറ്റയ്ക്ക് തീരുമാനിച്ചിരുന്ന രണ്ടുപേർ ഇനി ബഹുസ്വരത എന്ന ആശയത്തിൻ്റെ വില മനസ്സിലാക്കുമോ? മൂന്നാം വട്ടമെങ്കിലും ഈ രാഷ്ട്രത്തെ പിടികിട്ടുമോ മോദിക്ക്? ഇത്തവണ 400-ലധികം എന്ന മുദ്രാവാക്യവുമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട BJP എന്തുകൊണ്ടാണ് 240 സീറ്റിൽ ഒതുങ്ങിപ്പോയതെന്ന് ആ പാർട്ടി ഗൗരവമായി ആലോചിക്കുന്നുണ്ടാകുമോ? സകല എതിരാളികളെയും നിഷ്പ്രഭരാക്കിയെന്ന ആത്മവിശ്വാസത്തിൻ്റെ ബലമുണ്ടായിട്ടും ജനം പ്രതിപക്ഷത്തെ കരുത്തരാക്കിയത് എന്തുകൊണ്ടാണെന്ന് RSS നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നത് പോലെ കേവലമായ അഹങ്കാരമാണോ മോദിയുടെ സംഘത്തെ ചുരുക്കിക്കളഞ്ഞത്? അതോ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിൻ്റെ മോദി വിരോധമാണോ അതിന് പിന്നിൽ? ഹൃദയഭൂമികകളിലെ BJPയുടെ തോൽവിക്ക് ഇത്തരം പല കാരണങ്ങൾ കാണാമെങ്കിലും മൗലികമായ സംഗതികൾ അതൊന്നുമല്ല. അത് സാധാരണ മനുഷ്യരുടെ നെഞ്ചിൽ മുറിവേൽപ്പിച്ച ഭരണകൂടത്തിന് കിട്ടിയ തിരിച്ചടിയാണെന്ന് അധികം ആഴത്തിലേക്കൊന്നും പോകാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. കഴിഞ്ഞ ജനുവരി 22-ന് നിർമ്മാണം പൂർത്തിയാകും മുൻപേ പ്രാണപ്രതിഷ്ഠ നിർവഹിച്ച രാമക്ഷേത്രം വോട്ടുകൾ വെറുതെ ഇങ്ങ് കൊണ്ടുവരുമെന്ന് വിചാരിച്ച BJP കാണാതെ പോയ ചില സംഗതികളുണ്ട്, കേൾക്കാതെ പോയ ചില വിലാപങ്ങളുണ്ട്. അത് ക്ഷേത്ര സമുച്ചയത്തിൻ്റെ ഓരങ്ങളിൽ ജീവിതം നഷ്ടപ്പെട്ടു പോയ 100,000 മനുഷ്യരുടെ കഥയാണ്. 13 കിലോമീറ്റർ ദൈർഘ്യമുള്ള രാംപത്ത് വീതികൂട്ടൽ പദ്ധതിക്കായി എല്ലാ എതിർപ്പുകളെയും മറികടന്ന് 100 കണക്കിന് കടകളാണ് ജില്ലാ ഭരണകൂടം പൊളിച്ചിട്ടത്. പാവങ്ങളിൽ പാവങ്ങളായ അനേകം മനുഷ്യരുടെ അന്നമായിരുന്നു ആ കടകൾ. 2022 അവസാനമെത്തിയപ്പോൾ തന്നെ 450 കടകളും 30 ചെറുക്ഷേത്രങ്ങളും അവിടെ തകർത്തു കഴിഞ്ഞിരുന്നു. കടകൾ പൊളിച്ചു നീക്കാൻ വ്യാപാരികൾക്ക് മതിയായ സമയം നൽകുമെന്ന വാഗ്ദാനം പാലിക്കപ്പെട്ടില്ല. ശരിയായ നോട്ടീസ് പോലും നൽകാതെയാണ് മിക്ക കടകളും പൊളിച്ചു വീഴ്ത്തിയത്. നേരത്തെ പ്രഖ്യാപിച്ചതിലും അധികം സ്ഥലം ഏറ്റെടുക്കുന്നു എന്ന പ്രദേശവാസികളുടെ പരാതിയും ആരും ചെവിക്കൊണ്ടില്ല. നഷ്ടപരിഹാര തുകയാവട്ടെ തുലവും തുച്ഛവും. 2023 കടന്നപ്പോഴേക്കും അയോധ്യയെ പുനർനിർമ്മിക്കുന്നതിനായി ഏകദേശം 4,000 വീടുകളും കടകളും തകർക്കപ്പെടുകയും 40,000 ആളുകളെ അത് ബാധിക്കുകയും ചെയ്തു. അവരിൽ ഭൂരിഭാഗവും നഷ്ടപരിഹാരം കിട്ടിയില്ലെന്ന പരാതിയുമായി ഇപ്പോഴും രംഗത്തുണ്ട്. മനുഷ്യരുടെ ഈ നഷ്ടവിലാപത്തിന് മീതെയാണ് ജനുവരി 22-ന് പ്രാണപ്രതിഷ്ഠയുടെ പകിട്ടുമായി മോദി തിളങ്ങി നിറഞ്ഞത്. പട്ടിണിയും പരിവട്ടവുമെല്ലാം മറന്ന്, ഭരണകൂടത്തിൻ്റെ അമിതാധികാര ഹുങ്കുമറന്ന് ജനം മതത്തിന് വോട്ട് ചെയ്തു കൊള്ളുമെന്ന് മോദിയും BJPയും കരുതി. എന്നാൽ അത് സംഭവിച്ചില്ല. ഇന്ത്യയിലെ മനുഷ്യർക്ക് വേണ്ടത് ക്ഷേത്രം മാത്രമായിരുന്നില്ല. രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാദിനത്തിൽ മുഖ്യകർമ്മിയെപ്പോലെ രാഷ്ട്രീയക്കാരനായ മോദി കയറി നിൽക്കുന്നത് രാഷ്ട്രീയ നേട്ടത്തിനായാണ് എന്ന് മനസ്സിലാക്കാനും
വിശ്വാസിയായ വോട്ടർക്ക് ശേഷിയുണ്ടായിരുന്നു. അയോധ്യയിൽ സ്ഥാപിച്ച കൂറ്റൻ ഹോർഡിങ്ങുകളിലെല്ലാം രാമനേക്കാൾ വലിപ്പത്തിൽ മോദിയുടെ ചിത്രം അച്ചടിച്ചു വെച്ചിടത്തും മോദിക്ക് തെറ്റിപ്പോയി. വിശ്വാസത്തിനും ദൈവത്തിനുമെല്ലാം മീതെ തന്നെ പ്രതിഷ്ഠിക്കാനുള്ള നീക്കം ശരിയായ വിശ്വാസി തള്ളിക്കളയുമെന്ന് തിരിച്ചറിയാൻ BJPക്ക് തെരഞ്ഞെടുപ്പ് കഴിയും വരെ കാത്തിരിക്കേണ്ടി വന്നു. നിർമ്മാണം തീരും മുൻപേ ഉദ്ഘാടനം നിർവഹിക്കാനുള്ള വേഗത വിശ്വാസത്തോടുള്ള അടുപ്പമല്ല, വോട്ട് കിട്ടാനുള്ള തിടുക്കമാണെന്ന് അയോധ്യയിലെ ഹിന്ദു വോട്ടർമാർക്ക് മനസ്സിലായി. അവരുടെ തീരുമാനം ശരിവെക്കുന്നതായിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം മോദി നടത്തിയ പ്രസംഗം. അതിലെവിടെയും അയോധ്യയെക്കുറിച്ചോ രാമനെക്കുറിച്ചോ മിണ്ടിയില്ല. തെരഞ്ഞെടുപ്പ് വിജയം നേടിയ ഒഡീഷയിലെ ജഗന്നാഥ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെയാണ് മോദി എല്ലായിടത്തും പരാമർശിച്ചത്. രാമനോടുള്ള സ്നേഹമെന്നത് ലാഭാധിഷ്ഠിതമാണ് എന്ന് മോദി വളരെ വ്യക്തമായി പറയാതെ പറഞ്ഞു. ഇന്ത്യയിലെ ഭൂരിപക്ഷം ഹിന്ദുക്കൾക്കും രാമരാജ്യം എന്ന ആശയത്തെക്കുറിച്ചുള്ള വിചാരവും BJP നടപ്പിലാക്കാൻ ശ്രമിച്ചതും തമ്മിൽ വലിയ അന്തരമുണ്ടെന്നും മോദിക്ക് മനസ്സിലായില്ല. ക്രൂരമായ ഏകാധിപത്യവും എല്ലാവരെയും അടിച്ചൊതുക്കലും ന്യൂനപക്ഷങ്ങൾക്കെതിരായ നിന്ദ്യമായ ആക്രമണവും ഒന്നുമല്ല രാമരാജ്യമെന്ന് വിചാരിക്കുന്ന ഭൂരിപക്ഷം ഹിന്ദുക്കളിലേക്കാണ് മുസ്ലിങ്ങളെ ഒതുക്കി വേണം രാമരാജ്യം സൃഷ്ടിക്കാനെന്ന സന്ദേശം സംഘപരിവാരം പരത്തിയത്. ഈ ആശയവുമായി 10 വർഷം മോദി ഭരിച്ചതിന് ശേഷവും ഇതൊരു ഹിന്ദു രാഷ്ട്രമൊന്നുമല്ലെന്നും ഇവിടെ എല്ലാവർക്കും ഒരുപോലെ അവകാശങ്ങളുണ്ടെന്നും 80% ആളുകൾ സർവേകളിൽ അഭിപ്രായപ്പെട്ട രാജ്യമാണിത്. BJP അത് മറന്നുപോയി. BJPക്ക് വോട്ട് ചെയ്യാത്തതിന് അയോധ്യയിലെ ഹിന്ദുക്കളെ ട്രോളുന്നവർ, അവരെ നന്ദികെട്ടവരെന്ന് വിളിക്കുന്നവർ, അവരെ ഹിന്ദു ദ്രോഹികൾ എന്ന് വിളിക്കുന്നവർക്ക് ഇതൊന്നും പിടികിട്ടുന്നില്ല. അലഹബാദിൻ്റെ പേര് മാറ്റി പ്രയാഗ്രാജ് എന്നാക്കിയിട്ടും എന്തേ BJP വിജയിച്ചില്ല എന്ന് അവർ നിരാശപ്പെടുന്നുണ്ടാവും. പള്ളി പൊളിച്ച് അമ്പലം പണിതിട്ടും വാരാണസിയിൽ 4.25 ലക്ഷത്തിലേറെയുള്ള വോട്ടിൻ്റെ വിജയ മാർജിൻ ഇത്തവണ 1.5 ലക്ഷമായി കുറഞ്ഞതിലും അവർക്ക് വോട്ടർമാരോട് രോഷമുണ്ട്. ഉപരിപ്ലവമായ വിഷയങ്ങളിൽ എക്കാലത്തേക്കുമായി വോട്ടർമാരെ കുരുക്കിയിടാമെന്ന ദുർബല തന്ത്രത്തിനേറ്റ തിരിച്ചടിയല്ലാതെ മറ്റൊന്നുമല്ല ഇത്. എന്നാലും ഒരു തിരിച്ചടിയിൽ നിന്ന് മോദി തിരുത്തലുകൾ പഠിക്കുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. വീണ്ടും ഒരിക്കൽ കൂടി ഭരണഘടനയെ എടുത്ത് നെറുകയിൽ ചേർത്ത് പിടിക്കുന്ന മോദി അതിൽ എഴുതി വച്ചിരിക്കുന്ന വാചകങ്ങളുടെ അർത്ഥം ഗ്രഹിക്കുമോ? രാമഭക്തർ അഹങ്കാരികളാകരുത് എന്ന RSS നേതാക്കളുടെ സാരോപദേശം മോദിയെ പുതിയ മനുഷ്യനാക്കുമോ? രാജാവ് വീണു പോയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് തല ഉയർത്തി എടുപ്പു കാണിക്കാനാവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു കൂട്ടം കക്ഷികളുടെ സംഘബലത്തിലാണ് അദ്ദേഹം 3ാമത് അധികാര പദമേറിയത്. അതുകൊണ്ട് മോദി മാറുമോ? അദ്ദേഹം ജനാധിപത്യത്തിൻ്റെ വർത്തമാനങ്ങൾ പറയുമോ? ആശിക്കാറായിട്ടില്ല. പ്രായമായതുകൊണ്ടോ മെലിഞ്ഞതുകൊണ്ടോ പുള്ളിപ്പുലിയുടെ പാടുകളോ ക്രൗര്യമോ മാറാൻ പോകുന്നില്ല എന്ന് പറയും പോലെ ഏകാധിപത്യത്തിൽ ജനിച്ച് ഏകാധിപത്യത്തിൽ പുലർന്ന് തുടർന്നു പോരുന്ന മോദിയുടെ ഓർമ്മകളിൽ പോലും ജനാധിപത്യം എന്ന വാക്കിന് ഇടമില്ല. പക്ഷെ അദ്ദേഹം ചിലതിനെയെല്ലാം ഭയപ്പെടുന്നുണ്ട്. വാർത്തകളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് അദ്ദേഹം തുടക്കത്തിൽ തന്നെ MP-മാർക്കും പാർട്ടി അണികൾക്കുമെല്ലാം നൽകുന്ന സന്ദേശം. മോദിയും അമിത്ഷായും മാത്രമായി സകലതും തീരുമാനിച്ചിടത്ത് നിന്ന് കൂടിയാലോചനകൾ വേണ്ട ഇടത്തേക്ക് സർക്കാർ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രഹസ്യാത്മകമായൊരു ഭരണത്തിൽ ഇനി തുടരാൻ മോദിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. നോട്ട് നിരോധനമോ കശ്മീരിൻ്റെ ഭരണഘടനാ പദവി എടുത്തുകളയുന്ന തീരുമാനമോ ഒന്നും ഒരു മന്ത്രിമാരും അറിഞ്ഞിരുന്നില്ല. നോട്ട് നിരോധനത്തിന് തൊട്ടു മുൻപ് മോദി ഒരു ക്യാബിനറ്റ് യോഗം വിളിച്ച് ചേർത്തിരുന്നു. അതായത് ആ വിഖ്യാത പ്രസംഗത്തിന് മണിക്കൂറുകൾക്ക് മുൻപ്. ആ യോഗത്തിൽ പങ്കെടുത്ത മന്ത്രിമാരോടെല്ലാം മൊബൈൽ ഫോണുകൾ കൊണ്ടുവരരുത് എന്ന് പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നുവെന്ന് പിന്നീട് വാർത്തകൾ വന്നു. ഒരു നിലയ്ക്കും പുറത്തു പോവരുത് ഈ വിവരം എന്ന ഉദ്ദേശമായിരുന്നു അതിന് പിന്നിൽ. അതുകൊണ്ട് തന്നെ അതത് മന്ത്രിമാർക്ക് തങ്ങളുടെ വകുപ്പുകളെ അക്കാര്യം അറിയിക്കാനായില്ല. അവർക്കാർക്കും തയ്യാറെടുക്കാനും കഴിഞ്ഞില്ല. ആ രഹസ്യാത്മകതയുടെ ദുരന്തം ഇപ്പോഴും നമ്മുടെ രാജ്യം നീറി നീറി അനുഭവിക്കുന്നു.
2020 കോവിഡ് കാലത്ത് രാജ്യത്താകമാനം ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുമ്പോഴും സമാനമായ ഏകാധിപത്യ രഹസ്യാത്മക പ്രവണത കാണാമായിരുന്നു. മോദിയും അമിത്ഷായുമല്ലാതെ മറ്റാരുമായും ഒന്നും കൂടിയാലോചിക്കപ്പെട്ടില്ല. ആർക്കും തയ്യാറെടുപ്പുകൾ നടത്താൻ കഴിഞ്ഞില്ല. 10,000-കണക്കിന് മനുഷ്യർ കഴിക്കാൻ ഒരു തുണ്ട് ചപ്പാത്തിയോ കുടിക്കാൻ മതിയായ വെള്ളമോ പോലും കിട്ടാതെ തെരുവുകളിലൂടെ നടന്നത് ലോകം കണ്ട ദുരന്തമായിരുന്നു. എന്നാൽ ഇത്തരമൊരു അപകടകരമായ ഏകാധിപത്യ ഭരണരീതി ഇനി നടക്കുമോ? കൂട്ടായ ക്യാബിനറ്റ് ഉത്തരവാദിത്തത്തെ ഒരു വ്യക്തിയിലേക്ക് മാത്രം ചുരുക്കിയ ഗുരുതര കീഴ്വഴക്കത്തിന് തിരശീല വീഴുമെന്ന് വിചാരിക്കാം. എല്ലാം എല്ലായിടത്തും ചർച്ച ചെയ്യാതെ ഇനി മുന്നോട്ടു പോകാൻ കഴിയില്ല. വാർത്തകളെക്കുറിച്ച് മോദി മുന്നേ പറയുന്നത് ഈ രഹസ്യാത്മകത ഇല്ലാതാകാൻ പോകുന്നുവെന്ന തിരിച്ചറിവ് കൊണ്ടാണ്. അതുമാത്രമല്ല, രാജ്യത്തെ മാധ്യമങ്ങളുടെ സമീപനത്തിലും പ്രകടമായ മാറ്റമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മോദി നടത്തിയ വർഗീയ പ്രസംഗങ്ങളിലെ വ്യാജം കണ്ടെത്താൻ മുന്നിൽ നിന്നവരിൽ മുഖ്യധാര ഹിന്ദി ചാനലുകൾ പോലുമുണ്ടായിരുന്നു. മാധ്യമങ്ങളുടെ പരിധി കവിഞ്ഞ വിധേയത്വവും ഭയവും അസ്തമിച്ചു തുടങ്ങി എന്നതാണ് അതിൻ്റെ അർത്ഥം. മോദിക്ക് മാത്രം ഇടം കൊടുത്തിരുന്ന പത്രങ്ങളും ചാനലുകളും രാഹുലിനും ഖാർഗെയ്ക്കും മതിയായ ഇടം നൽകി തുടങ്ങി. സ്വതന്ത്ര യൂട്യൂബർമാർ BJPക്ക് ഉണ്ടാക്കിയ ആഘാതവും മോദി അമിത്ഷാ സഖ്യം കാര്യമായി തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് വ്യാജ വാർത്തകൾക്കെതിരെ പ്രവർത്തിക്കുന്ന ആൾട്ട് ന്യൂസിൻ്റെ സ്ഥാപകൻ മുഹമ്മദ് സുബൈറിനെതിരെ ഡൽഹി പോലീസ് തിടുക്കം പിടിച്ച് നീങ്ങുന്നത്. രാജ്യത്തെ IT നിയമം ലംഘിക്കുന്ന സുബൈറിൻ്റെ അക്കൗണ്ട് നീക്കണമെന്നാണ് എക്സിന് പോലീസ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. BJP സൃഷ്ടിക്കുന്ന വ്യാജ ആഖ്യാനങ്ങളുടെ കുമിള പൊട്ടിക്കാനിറങ്ങിയ എല്ലാവരെയും പൂട്ടണം എന്നതാണ് ആദ്യ പ്ലാനെന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിൽ ധ്രുവറാട്ടിയാകും സ്വാഭാവികമായും അടുത്ത ഇര. ദുർബലപ്പെട്ട മോദി സർക്കാരിനോട് സാരോപദേശവുമായി വരുന്ന RSSനെയും സവിശേഷമായി കാണേണ്ടതാണ്. മണിപ്പൂരിലെ കലാപം അവസാനിപ്പിക്കണമെന്നും അതിനാകണം ആദ്യ പരിഗണനയെന്നും സർസംഘചാലക് ഇപ്പോൾ പറയുന്നു. മണിപ്പൂരിലെ കലാപം തുടങ്ങി 1 വർഷം പിന്നിട്ട് കഴിയുമ്പോൾ മോഹൻ ഭഗവത് നടത്തുന്ന ഈ അഭ്യർത്ഥനയിൽ എത്ര ആത്മാർത്ഥതയുണ്ടെന്നത് വേറെ പരിശോധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ മോദിക്കൊരു തിരിച്ചടി കിട്ടിയപ്പോൾ വളരെ പെട്ടെന്ന് RSSൻ്റെ മേധാവി മാത്രം ഒറ്റയ്ക്ക് നല്ല പിള്ള കളിക്കാനിറങ്ങിയത് എന്തിനായിരിക്കും? തെരഞ്ഞെടുപ്പ് കാലത്ത് ആരോഗ്യകരമായ പ്രചാരണ രീതികൾ ഉണ്ടായില്ലെന്നും നുണപ്രചാരണം നടന്നുവെന്നുമൊക്കെ അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ആരെ എന്തിനെ ഉന്നമിട്ടായിരിക്കും? പരിധി കവിഞ്ഞ വെറുപ്പും സർക്കാർ നേട്ടങ്ങൾ അവകാശപ്പെടുന്ന വ്യാജ പ്രചാരണങ്ങളുമൊന്നും യേശുന്നില്ല എന്ന് വന്നപ്പോൾ കളമൊന്നും മാറ്റി ചവിട്ടുകയാണ് RSS. വെറുപ്പും വിദ്വേഷവും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ലക്ഷ്യങ്ങളല്ലെന്ന് പറഞ്ഞ് മാധ്യമങ്ങളുടെ കയ്യടി വാങ്ങാൻ, അല്ലെങ്കിൽ ജനങ്ങളിൽ ഒരു കൂട്ടത്തെ കയ്യിലെടുക്കാൻ ഭഗവത് ശ്രമിക്കുന്നു. പൊതുജനങ്ങളുടെ യഥാർത്ഥ സേവകൻ അഹങ്കാരം കാണിക്കില്ലെന്ന് ഇപ്പോൾ ഭഗവത് പറയുന്നു. മോദി കി ഗ്യാരണ്ടി എന്ന പ്രചാരണ വാചകം BJP ഉയർത്തിയപ്പോൾ ഭഗവത് ഇത് പറഞ്ഞില്ലെന്ന് ഓർക്കണം. ഹിന്ദുത്വ രാഷ്ട്രീയത്തിനോ BJP ആശയത്തിനോ അല്ല, മോദി എന്ന വ്യക്തിക്ക് വേണ്ടിയാണ് ഇത്തവണ BJP വോട്ട് ചോദിച്ചത്. ഭഗവത് പറഞ്ഞ അഹങ്കാരത്തിൻ്റെ നിർവചനത്തിൽ വരുമായിരുന്നിട്ടും അന്ന് ആ പ്രചരണ മുദ്രാവാക്യത്തിനെതിരെ മൗനം അവലംബിച്ച RSS മേധാവി ഇപ്പോൾ പൊതുജന സേവകന് വേണ്ട വിനയത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നതിലെ പൊള്ളത്തരം വളരെ വേഗം പിടികിട്ടുന്നതാണ്. രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തെക്കാൾ മറ്റൊന്നും ഭഗവത് പറഞ്ഞ അഹങ്കാര ചിത്രത്തിന് അടിവരയിടുന്നില്ല. അവിടെ ശ്രീരാമനെപ്പോലും മോദിയേക്കാൾ ചെറുതായി ചുരുക്കി. രാമക്ഷേത്രം നിർമ്മിച്ച് വിശ്വാസികൾക്ക് ആരാധനയ്ക്ക് തുറന്നു കൊടുക്കുക എന്നതായിരുന്നില്ല, മറിച്ച് ഹിന്ദു വിശ്വാസത്തിൻ്റെയും വിശ്വാസികളുടെയും സംരക്ഷകനും പരിപാലകനുമായി മോദിയെ ബ്രാൻഡ് ചെയ്യലായിരുന്നു പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലൂടെ BJP ലക്ഷ്യം വെച്ചത്. അന്നുതന്നെ വലിയ വിമർശനം ഉയർന്നു വന്ന ആ സംഭവത്തിലും മോഹൻ ഭഗവതിന് പരിഭവമൊന്നും ഉണ്ടായിരുന്നില്ല. വ്യാജങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടതിലും മോഹൻ ഭഗവതിന് ഇപ്പോൾ അമർഷം ഉള്ളതുപോലെ തോന്നുന്നു. തെരഞ്ഞെടുപ്പിൽ ഹിന്ദു മുസ്ലിം വിഭാഗീയത ഉണ്ടാക്കാൻ മോദി പറഞ്ഞ വ്യാജങ്ങൾ എന്തെല്ലാമായിരുന്നു? മുസ്ലിം വിഭാഗത്തെ അപരരാക്കി നിർത്തി മോദി നടത്തിയ വിഷപ്രസംഗത്തിലൊന്നും നോവാത്ത ഭഗവതിന്
ഇപ്പോൾ നോവുന്നുവെങ്കിൽ അത് ജനത്തെ പേടിച്ചിട്ടല്ലാതെ മറ്റൊന്നുമല്ല. മണിപ്പൂരിലെ 2 സീറ്റിലും BJP വൃത്തിയായി തോറ്റുവെങ്കിൽ വിഭജനത്തിൻ്റെ വിഷരേഖ വരച്ച് മനുഷ്യരെ എക്കാലത്തേക്കും അപ്പുറത്തും ഇപ്പുറത്തുമായി നിർത്താമെന്ന പദ്ധതി പാളി എന്നതാണ് സത്യം. വിശ്വാസബിംബങ്ങളെക്കാൾ വലുതാണ് മനുഷ്യർക്ക് ജീവിത പ്രശ്നങ്ങളെന്ന് വ്യക്തമായതോടെ കുറച്ചുകൂടി ആരോഗ്യകരമായ രാഷ്ട്രീയം പറയാൻ ശ്രമിക്കുകയാണ് സംഘപരിവാര നേതൃത്വം. പക്ഷേ അത് വിലപ്പോവില്ല. കാരണം അവരുടെ ചരിത്രവും പ്രത്യയശാസ്ത്രവും രാജ്യത്തിന് അറിയാം. വെറുതെ ഒഡീഷയിലേക്കൊന്ന് നോക്കൂ. BJPയുടെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ മോഹൻ ചരൺ മാജിയെക്കുറിച്ച് അറിയേണ്ടതാണ് നാം. RSSൽ സമർപ്പിക്കപ്പെട്ട കൗമാരകാലമാണ് അദ്ദേഹത്തിൻ്റേത്. സംഘപരിവാരത്തിൻ്റെ പല സ്ഥാപനങ്ങളും സംഘടനകളും വഴിയാണ് വളർച്ച മുഴുവനും. പക്ഷേ ആദ്യം വാർത്തയിലൂടെ ശ്രദ്ധിക്കപ്പെടുന്നത് 2 വർഷം മുമ്പ് ഒരു സമരം വഴിയാണ്. 1999 ക്രിസ്ത്യൻ മിഷണറിയായിരുന്ന ഗ്രഹാം സ്റ്റെയിനെയും പിഞ്ചുമക്കളെയും ചുട്ടുകൊന്ന കേസിലെ പ്രതിയെ മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു മാജിയുടെ സമരം. മുസ്ലിം വിദ്വേഷത്തിന് കുപ്രസിദ്ധി ആർജിച്ച സുദർശൻ TVയുടെ മേധാവി സുരേഷ് ചാവങ്കയ്ക്കൊപ്പമായിരുന്നു മാജിയുടെ ആ സമരം. ഗ്രഹാം സ്റ്റെയിനെയും മക്കളെയും ചുട്ടുകൊന്ന ബജ്രംഗ് ദൾ നേതാവ് ദാരാ സിംഗിനെ പാർപ്പിച്ചിരിക്കുന്ന ജയിലിന് മുന്നിലായിരുന്നു വിചിത്രമായ പ്രതിഷേധ പരിപാടി. ഒഡീഷ നിയമസഭയിൽ ചീഫ് വിപ്പായിരിക്കെ ഹിന്ദുത്വ ഭീകരവാദികൾക്കായി സംരക്ഷക വേഷത്തിൽ അവതരിച്ചതിന് മാജിക്ക് സംഘപരിവാരം കൊടുക്കുന്ന പ്രത്യുപകാരമല്ലേ ഈ മുഖ്യമന്ത്രി പദം? അങ്ങനെ ഒരു വശത്ത് വിഷവിത്തുകളെ പാലൂട്ടി വളർത്തിക്കൊണ്ടാണ് സംഘം ഇപ്പുറത്ത് വെറുപ്പിനെതിരെ സംസാരിക്കുന്നത് എന്നിടത്താണ് കൗതുകം. വെറുപ്പിനും വിദ്വേഷത്തിനും പരിധി കവിഞ്ഞ മതരാഷ്ട്രീയത്തിനും സാധ്യതകൾ കുറയുകയാണെന്ന് തിരിച്ചറിയുന്ന മോദി ലൈനൊന്ന് മാറ്റിപ്പിടിക്കുമെന്നാണോ നാം വിചാരിക്കേണ്ടത്? അതിന് ഉടനെയെങ്ങും ഒരു സാധ്യതയും കാണേണ്ടതില്ല. വികസനവും ജനക്ഷേമവും മുൻനിർത്തി മുന്നോട്ട് പോവുക എന്നത് ഒരു കാലത്തും മോദിയുടെ അജണ്ടയായിരുന്നില്ല. വെറുപ്പിനൊപ്പം വ്യാജ വികസന കഥകളായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ നയം. മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ വൈബ്രന്റ് ഗുജറാത്ത് എന്ന പ്രചാരണ വാചകം നാം ഓർക്കുന്നുണ്ട്. രാജ്യത്തെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാളും മുകളിൽ ഗുജറാത്ത് വളരുകയാണ് എന്നായിരുന്നു അന്നത്തെ പ്രചാരണം. പക്ഷേ സത്യം എന്തായിരുന്നു? വൻകിട കോർപ്പറേറ്റുകൾക്ക് ഭൂമിയും ആനുകൂല്യങ്ങളും കിട്ടിയെന്നത് ഒഴിച്ചു നിർത്തിയാൽ സാധാരണ ജനത്തിൻ്റെ ജീവിതം ദുരിതക്കയത്തിൽ തന്നെയാണ് അന്നും ഇന്നും. രാജ്യത്ത് ഏറ്റവും കുറവ് ദിവസക്കൂലിയുള്ള സംസ്ഥാനങ്ങളിലൊന്നായിരുന്നു മോദിയുടെ ഭരണകാലത്ത് ഗുജറാത്ത്. ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ മേഖലയിലുമെല്ലാം ഗുജറാത്ത് ബഹുദൂരം പിന്നിലായിരുന്നു. പക്ഷെ അതിനെയെല്ലാം വലിയ വലിയ PR മാജിക്കുകൾ കൊണ്ട് മറച്ചു വയ്ക്കാനും വിഭജനത്തിൻ്റെ ഉണങ്ങാ മുറിവുകൾ പാകാനുമാണ് ഭരണകൂടം ശ്രദ്ധിച്ചത്. അറിയാവുന്ന ആ പണി മാത്രം വീണ്ടും എടുക്കാൻ ഇനിയും അവർ ശ്രമിച്ചേക്കും. അല്ലാതെ 10 വർഷം കൊണ്ട് താറുമാറാക്കിയ നിത്യജീവിത പ്രശ്നങ്ങളെ അതിവേഗത്തിൽ വീണ്ടെടുക്കാൻ പരിഹരിക്കാൻ സർക്കാരിന് കഴിയുമോ? വിലക്കയറ്റം പരിഹരിക്കാൻ, ഇന്ധനവില കുറയ്ക്കാൻ, തൊഴിലില്ലായ്മ ഇല്ലാതാക്കാൻ, കലാപങ്ങളെ ഇല്ലാതാക്കാൻ, കോടീശ്വരന്മാർ മാത്രം വീണ്ടും വീണ്ടും ധനികരാകുന്ന വിപത്കരമായ സാമ്പത്തിക അന്തരമില്ലാതാക്കാൻ മോദിക്ക് പറ്റുമോ? മോദി അതിന് തയ്യാറാകുമോ? തിടുക്കത്തിൽ പ്രതീക്ഷിക്കുക വയ്യ. ഒരു മുന്നണി ഭരണത്തിൽ സ്വാഭാവികമായും വന്നുചേരാനിടയുള്ള ജനാധിപത്യ മൂല്യങ്ങൾ നമ്മുടെ രാജ്യത്തിന് ജീവവായു നൽകുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ കരുത്തും ആത്മവിശ്വാസവുമുള്ള പ്രതിപക്ഷം അവരുടെ കടമ വീഴ്ച കൂടാതെ നിർവഹിക്കുമെന്ന് പ്രത്യാശിക്കാം. നിലപാട് പൂർണ്ണമാകുന്നു. നന്ദി.